I was the beginning of the diocese starting here, since 1993 onwards. So that time we didn't have any diocese here, any parishes here, we have only small communities here. People came from India long time before, in 1960s or 70s and 80s. Okay. അന്ന് വന്ന ആൾക്കാരൊക്കെ ഒന്നിച്ചുകൂടിയപ്പോഴൊക്കെ അവർക്ക് അവരുടെ പൈതൃകം പാരമ്പര്യം ഉൾക്കൊള്ളാൻ വേദിയില്ലായിരുന്നു അവർക്ക്. അതിനുവേണ്ടി അവർ ഒന്നിച്ചുകൂടി പ്രാർത്ഥന സമ്മേളനം കൂടി അവർ ആദ്യം കൂട്ടായ്മ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് മിഷൻ പ്രാർത്ഥന സമ്മേളനം തുടങ്ങി. പിന്നെ അവർക്ക് ചെറിയ മിഷൻസായി തുടങ്ങി. അച്ഛന്മാരോട് കുർബാന തുടങ്ങി. അങ്ങനെ തുടങ്ങിയ ഒരു വലിയ ആരംഭത്തിൽ തുടങ്ങിയ സമൂഹമാണ് ഇന്ന് വലിയ രൂപയായിട്ട് മാറിയിട്ടുള്ളതൊക്കെ. അതിന്റെ വളർച്ചയുടെ ആ ഘട്ടങ്ങളൊക്കെ ഓർമ്മ ഒരു ത്യാഗം സഹിച്ചുകൊണ്ടാണ് മനുഷ്യർ തുടങ്ങിയിട്ട്. അന്ന് ആരംഭകാലങ്ങൾ വന്നവർക്കൊക്കെ ഒന്നിച്ചുകൂടാൻ അവസരം ഇല്ലാത്തതുകൊണ്ട് അവർ ഒന്നിച്ചുകൂടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ ക്രിസ്ത്യൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്കറിയാം. അവർ തുടങ്ങിയിട്ടുള്ള കാരണങ്ങളൊക്കെ ഇതുപോലെയുള്ള ഒരു കൂട്ടായ്മ വന്നവരായതുകൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ട് അവർക്ക് വീട്ടിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ത്യാഗം സഹിച്ചുകൊണ്ടാണ് പള്ളികൾ ഉണ്ടാക്കിയതും ഇടവുണ്ടാക്കിയതൊക്കെ. അതിനുവേണ്ടി പരിശ്രമിച്ച കാലങ്ങളിലൊക്കെ നന്ദി ഓർക്കുകയാണ് അവർക്ക്. കാരണം ആരംഭകാലങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ഒറ്റപ്പെട്ട സ്കാറ്റേഡ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റി തുടങ്ങി. പിന്നെ അവരൊന്ന് ചൂടി കുടുംബം കൂട്ടായ്മയായിട്ട് വന്നു. പിന്നെ കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥന സമ്മേളനമായിട്ട് വന്നു. പ്രാർത്ഥന സമ്മേളനം മിഷനായിട്ട് വന്നു. മിഷനായിട്ട് വന്നു. പിന്നെ ഇടവകളായിട്ട് വന്നു. അങ്ങനെയാണ്. ഇന്നിപ്പോൾ അമേരിക്കയില് രൂപ തുടങ്ങുമ്പോൾ 3 ഇടവകളും 3 മിഷൻസായി ഉണ്ടായിരുന്നുള്ളൂ. ഇത് 53 ഇടവകളും 34 മിഷൻസും ഉണ്ട് രൂപയ്ക്കുണ്ട്. ഇത്ര വളർന്നു വലുതാനുള്ള കാരണം ഉണ്ടായിരുന്നുണ്ട്. പല കാരണങ്ങളാണ്. ഒന്ന്, ആളുകൾക്ക് ബോധ്യം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അച്ഛന്മാരുടെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. പിതാക്കന്മാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. ഓരോ ഏരിയകളിലുള്ള അച്ഛന്മാർ അവർക്ക് വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി. അത് പിന്നെ രൂപതയിൽ വന്നപ്പോൾ ഗുരുവയിൽ ചേർന്ന് വന്നു. രൂപതയായിട്ട് വളർന്നു. പിന്നെ ഇപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് പ്രോഗ്രാമായിട്ട് നമുക്ക് രൂപതയിൽ എല്ലാം ഉണ്ട്. വേദപാഠ ക്ലാസ്സുകളുണ്ട്, മിഷൻസ് ഉണ്ട്, അച്ഛന്മാർ കുർബാനയ്ക്കുണ്ട്, നേതൃത്വം കൊടുക്കുന്ന അച്ഛന്മാരുണ്ട്. അങ്ങനെ വന്നപ്പോൾ ശക്തമായിട്ടുള്ള പലരാണ്. ആ കൂട്ടായ്മയിലേക്ക് വളരാൻ തന്നെ ആൾക്ക് വലിയ വരുന്നവർക്ക് നാട്ടിൽ വരുന്നവർക്ക് വലിയൊരു മോട്ടിവേഷനായിട്ട് വരുന്നത്. തന്നെയല്ല, ഇവിടെയുള്ള അമേരിക്കൻ കമ്മ്യൂണിറ്റികൾ നമ്മുടെ വേണ്ടി കാണുമ്പോൾ അവർക്ക് വലിയ വണ്ടറാണ്. കാരണം എങ്ങനെ ഇത്ര കമ്മ്യൂണിറ്റി വൈബ്രന്റ് വരുന്നത്. നമ്മുടെ പിള്ളേർ ഒരുമിച്ച് കർണാടകർ ഒരുമിച്ച് കുർബാനയ്ക്ക് വരുന്നു, യൂത്ത് വരുന്നു. അവരുടെ ഒരു വൈബ്രന്റ് പ്രസൻസ് ഓഫ് ദ യൂത്ത് ആൻഡ് യങ്സ്റ്റേഴ്സ് ആൻഡ് ചിൽഡ്രൻ. അമേസിംഗ് എക്സ്പീരിയൻസ് ഫോർ ലാറ്റിൻ കമ്മ്യൂണിറ്റി ഹിയർ ഇൻ അമേരിക്ക. അത് വലിയ അനുഗ്രഹമല്ലേ. നമ്മുടെ പിള്ളേർക്ക് വലിയ അനുഗ്രഹം. കാരണം അവർക്കും ഇതുപോലെ ഒന്നിച്ചു കൂടാനും ബന്ധപ്പെടാനൊക്കെ അവസരമുള്ളത്. ഈ കൺവെൻഷനിൽ ഒരുപാട് യൂത്ത് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം. കാരണം അവര് വരാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളതൊക്കെ ഈ കൺവെൻഷന്റെ ഈ രൂപയുടെ നേട്ടം കൊണ്ട് തന്നെയാണ്. കാരണം പരസ്പരം ബന്ധപ്പെടാൻ സാധിക്കുന്നു, അവർക്ക് ഒന്നിച്ചുകൂടാൻ സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ വരാനുള്ള കാരണമുള്ളത്. അതുകൊണ്ട് അത് വലിയ പ്രചോദനം മാറുന്നത് നമുക്ക്. അങ്ങനെയാണ് നമുക്ക് കൺവെൻഷൻ ഉണ്ടാകാൻ. കൺവെൻഷനിലൂടെ നമുക്ക് കൊടുക്കാൻ സന്ദേശം വെച്ചല്ലേ, എവിടെ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് രൂപയിൽ ആ എക്സ്പീരിയൻസ് അവർക്ക് സംതിങ് ഇൻ ലൈഫ് റിലേഷൻ സ്പേസ് കിട്ടുന്നുണ്ട്. കൂട്ടായ്മയുണ്ട്. അവർക്ക് ലുക്ക് ഫോർവേഡ് ടു സ്റ്റാർട്ട് ദെയർ ഓൺ ലൈഫ് ടുഗദർ. അതുകൊണ്ട് പിള്ളേരൊക്കെ വരുന്നു, വേദപാഠത്തിൽ വരുന്നു, യൂത്തൊക്കെ വരുന്ന കാരണമാണ്. ഫാമിലി വെട്ടിപ്പിടിക്കാൻ സാധിക്കുന്നു, വിശ്വാസം നിലനിൽക്കാൻ സാധിക്കുന്നു, അവർക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ സാധിക്കുന്നു, അവർക്ക് ഒന്നിച്ചൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ സാധിക്കുന്നത് വരുന്നുണ്ടല്ലോ. വലിയ അനുഗ്രഹമല്ലേ നമുക്ക്. നമ്മൾ ഈ രൂപ ഉണ്ടാക്കിയിട്ടുള്ള യുവജനങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. വളർന്ന തലമുറയ്ക്ക് ഒരു മോട്ടിവേഷൻ. ഇന്നിപ്പോൾ നമ്മുടെ കുർബാന ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. അപ്പോൾ അവർക്കും എല്ലാം ഏത് ലാംഗ്വേജ് ഇവിടെ തന്നെ കൺവെൻഷൻ ആണെങ്കിൽ പല ട്രാക്കുകളുണ്ട്. ഇംഗ്ലീഷ് ട്രാക്കുണ്ട്, മലയാളം ട്രാക്കുണ്ട്. അപ്പോൾ ആ ട്രാക്കുകളുള്ളവർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് പിള്ളേർ ഒരുപാട് പങ്കെടുക്കുന്നുണ്ട്. വലിയ ശക്തിയല്ലേ. അടുത്ത ജനറേഷൻ അച്ഛൻ എന്ത് അഡ്വൈസ് കൊടുക്കും വിശ്വാസത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ടുള്ളത്? കർത്താവായ യേശുമിശിഹായാണ് ഏക രക്ഷകൻ എന്ന് അവർ പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ ആ യേശുമിശിഹായുടെ വിശ്വാസം നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളത്. കാരണം സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ നമുക്ക് സുഖവും ദുഃഖവും സമ്പത്തൊക്കെ ഉള്ള രോഗവും കഷ്ടപ്പെടുന്ന മനുഷ്യർക്കൊക്കെ പ്രത്യാശ നൽകുന്ന ഈശോയാണ്. മരണപ്പുറം ജീവിതം പഠിപ്പിച്ച ഈശോയാണ് നമുക്ക് പ്രതീക്ഷയുള്ളതൊക്കെ. ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ളതാണ്. ആ വിശ്വാസത്തിലാണ് കർത്താവിനെ പഠിപ്പിക്കുന്നത്. ആ വിശ്വാസത്തിൽ നിൽക്കാനാണ് ഈശോ മാത്രമേ നമുക്ക് രക്ഷനായിട്ടുള്ളൂ. രക്ഷനെ ആശ്രയിക്കുന്ന ജീവിതത്തിന് ഏറ്റവും വഴിയുള്ള ആവശ്യം. പക്ഷേ കർത്താവ് നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടാൻ ബൈബിൾ പഠിക്കുന്നതല്ലേ. ഗാഡ് വിത്ത് നോബഡി ക്യാൻ സ്റ്റാൻഡ് അഗൈൻസ്റ്റ് us എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസം മക്കൾ കൊടുക്കാനും